വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാർ രാജയാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. മുൻനിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചുമിരിക്കുന്നു. റോമർക്കെഴുതിയ ലേഖനത്തിന്റെ 8-ാം അധ്യായത്തിന്റെ ചില ഭാഗങ്ങളാണ് നാം വായിച്ചത്. 8-ാം അധ്യായം വരെ നമ്മളായിട്ടുള്ള 16 അധ്യായങ്ങളാണ് റോമർക്കെഴുതിയ ലേഖനത്തിലുള്ളത്. നമുക്ക് വേണമെങ്കിൽ റോമർക്കെഴുതിയ ലേഖനം 2-3 ദിവസം കൊണ്ടൊക്കെ തീർക്കാനും പറ്റും, മാസങ്ങളെടുത്ത് തീർക്കാനും പറ്റും. നാം ചിന്തിക്കുന്നത് എങ്ങനെ എന്നനുസരിച്ചിരിക്കും. അത് ഓരോ വാക്യങ്ങളെ ബേസ് ചെയ്താണ് നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് സമയം ഡിലേ ആയി പോകുന്നത്. എങ്കിലും നമുക്ക് ഏകദേശം പകുതിയോളം അധ്യായങ്ങൾ തീർക്കുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. 8-ന്റെ 26-ാമത്തെ വാക്യത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഈ വാക്യം കഴിഞ്ഞ ആഴ്ചകളിൽ എവിടെയോ നമ്മളൊന്ന് തൊട്ട് പോയായിരുന്നു. അതുകൊണ്ട് തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ടതെന്ന് നാം അറിയുന്നില്ലല്ലോ. സത്യത്തിൽ നമ്മുടെ പ്രാർത്ഥന ഭൗതിക ആവശ്യങ്ങളിൽ മാത്രമായി പലപ്പോഴും ഒതുങ്ങിപ്പോകാറുണ്ട്. അല്ലെങ്കിൽ സത്യത്തിൽ നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് പലപ്പോഴും നാം അറിയത്തുമില്ല. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ആത്മീയ വിഷയങ്ങളെക്കാൾ കൂടുതൽ ഭൗതിക വിഷയങ്ങളാണ് പലപ്പോഴും കയറി വരാറുള്ളത്. അതിൽ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഭൗതിക വിഷയങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. എങ്കിലും അതിനുപരിയായ ആത്മീയ വിഷയങ്ങൾ കൂടെ നമ്മൾ പ്രാധാന്യം കൊടുക്കണം. നമ്മുടെ ആത്മാവ് നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാത്തത് കൊണ്ട് നമ്മളെ സഹായിക്കുമെന്നാണ് ഈ വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. അത് യഥാർത്ഥത്തിൽ ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന എന്താണെന്നുള്ളത് നാം സത്യത്തിൽ അറിയുന്നില്ല എന്നാണ് ആ ഭാഗം മനസ്സിലാക്കുക. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തു. ഈ ഭാഗത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നത് മറ്റൊരു ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത് വാക്കുകൾ കുഴച്ചു കളയുന്ന നെടുവീർപ്പുകളോടെ. അങ്ങനെ വാക്കുകൾ കുഴച്ചു കളയുന്ന നെടുവീർപ്പോടെ ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത, അല്ലെങ്കിൽ അന്യഭാഷയുമല്ലത്, ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങൾ കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷെ അപ്പം നമ്മളെ പ്രാർത്ഥിക്കുവാൻ നമ്മളോട് ഒരാൾ കൂടെ നിന്ന് നമ്മെ സഹായിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം, അല്ലേ? അടുക്കളയിലൊക്കെ അമ്മമാരെ സഹായിക്കുന്ന സഹോദരിമാര് കുഞ്ഞുങ്ങളോ ഉണ്ടോ? അല്ലേ? സഹായിക്കുക, അവരാണ് മെയിനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവരെ ഒന്ന് സഹായിക്കുവാൻ വേണ്ടി കൂടെ നിൽക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാത്തത് കൊണ്ട്, നമ്മുടെ പല പ്രാർത്ഥനാ വിഷയങ്ങളും ഭൗതിക വിഷയങ്ങളാകുന്നത് കൊണ്ട് നാം ദൈവഹിതപ്രകാരം വളർന്നു വരേണ്ടതിന് ദൈവാത്മാവ് ദൈവചിന്തകളെ മനസ്സിലാക്കി നമ്മെ സഹായിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുവാൻ നമ്മെ സഹായിക്കുന്നു. ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങൾ അല്ലെങ്കിൽ ആത്മാവിന്റെ ചില പദങ്ങൾ, വാക്കുകൾ കുഴച്ചു കളയുന്ന ചില നെടുവീർപ്പുകൾ പരിശുദ്ധാത്മാവിൽ നിന്നുണ്ടായി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. 27-ാമത്തെ വാക്യം, എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം. അപ്പോൾ അവിടെ പദമുണ്ട് പക്ഷപാതം. ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ വിശദമായി ചിന്തിക്കും. പക്ഷപാതം എന്നൊരു പദം കാണുന്നുണ്ട്, അല്ലെ? നമുക്ക് വേണ്ടി ഒരാൾ ഇപ്പോൾ പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആരാ? യേശു കർത്താവ്, അല്ലെ? പിതാവിന്റെ വലത് ഭാഗത്ത് ദൈവമക്കൾക്ക് വേണ്ടി, വിശുദ്ധർക്ക് വേണ്ടി പിതാവിന്റെ വലത് ഭാഗത്ത് യേശു കർത്താവ് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. അഡ്വക്കേറ്റായി, ലോയറായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പിശാച് നമ്മുടെ കുറ്റങ്ങളൊക്കെ ദൈവസന്നിധിയിൽ കൊണ്ട് പറയുമ്പോൾ, അവളെന്ന് പ്രാർത്ഥിച്ചില്ല, അവളെന്ന് തുടങ്ങി മറ്റു കാര്യങ്ങൾ ഇതൊക്കെ ചെന്ന് കംപ്ലൈന്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കർത്താവ് പറയില്ല, അത് എന്റെ ദൈവവേദനാണ്, നമുക്ക് വേണ്ടി ഇടുവിൽ നിൽക്കുകയാണ്. പിതാവിനും നമുക്കും ഇടയിൽ ഇടുവിൽ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ലോയറായി, അഡ്വക്കേറ്റായി പക്ഷപാതം ചെയ്ത് സംസാരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ യേശു കർത്താവ് പിതാവിന്റെ വലതുഭാഗത്തുണ്ട്. എന്നാൽ ഈ വാക്യം ശ്രദ്ധിക്കുക, വേറൊരാളോടെ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നുണ്ട്. ആരാ? ആത്മാവ്, പരിശുദ്ധാത്മാവ്. ത്രിയേക ദൈവത്തെ കുറിച്ചുള്ള ചിന്തകൾ നാം ചിന്തിച്ചായിരുന്നല്ലേ? പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവം, പരിശുദ്ധാത്മാവാകുന്ന ദൈവം, അല്ലേ? തൃത്വത്തിൽ മൂന്നാമനായിരിക്കുന്ന ദൈവം, പരിശുദ്ധാത്മാവാകുന്ന ദൈവം, അവരും നമുക്ക് വേണ്ടി, വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം, ദൈവത്തിന്റെ ഇച്ഛ എന്താണ്, ദൈവത്തിന്റെ ഇഷ്ടം എന്താണ്, അത് മനസ്സിലാക്കി
പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന എത്ര പേരെ കണ്ടിപ്പം? 2 പേരെ ഇപ്പൊ കണ്ടു. ഇനിയും പക്ഷപാതം ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് താഴോട്ട് ഞാൻ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ 2 പേരെ കൂടി നമ്മൾ കണ്ടു. 1 കർത്താവ് യേശു ക്രിസ്തു, 2 പരിശുദ്ധാത്മാവ് വിശുദ്ധർക്ക് വേണ്ടി. ദൈവഹിതം, അവ എല്ലാത്തിനും പക്ഷപാതം ചെയ്യുകയില്ല. എൻ്റെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ നടത്താൻ വേണ്ടി ചിലപ്പോൾ പരിശുദ്ധാത്മാവ് സഹായിക്കുമായിരിക്കും, എന്നാൽ അത് ദൈവഹിതപ്രകാരമായിരിക്കണമെന്നില്ല. പരിശുദ്ധാത്മാവ് എപ്പോഴും പക്ഷപാതം ചെയ്യുന്നത് ആത്മീക വിഷയങ്ങളെ കുറിച്ചായിരിക്കും നിശ്ചയം, അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് ദൈവം. എന്നിട്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവ. നമ്മുടെ ഹൃദയങ്ങളെയും അന്തരംഗങ്ങളെയും ആർക്കും നമ്മുടെ ഹൃദയത്തെ പിടിക്കാൻ കഴിയത്തില്ല, അല്ലേ? അവിടെ ഔട്ടർ അപ്പിയറൻസിനെയൊക്കെ എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. ഭർത്താവിനോ ഭാര്യയ്ക്കോ പാസ്റ്ററിനോ കുഞ്ഞുങ്ങൾക്കോ ഒന്നും നമ്മുടെ ഹൃദയത്തെ പിടിക്കാൻ പറ്റത്തില്ല. ഒരു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നമ്മുടെ ഹൃദയത്തെ വിട്ടുകൊടുക്കത്തില്ല. നമ്മുടെ ഹൃദയം ഏറ്റവും കഠിനവും വിഷമവും ഉള്ളത്, അല്ലേ? അപ്പോൾ ഇത് പകരാൻ നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ നമ്മൾ ആരാണ്, അല്ലേ? നമുക്കൊരു രഹസ്യ മനുഷ്യനുണ്ട്. ആ രഹസ്യ മനുഷ്യനെ നമ്മൾ ആർക്കും പരിചയപ്പെടുത്തി കൊടുക്കത്തില്ല. അപ്പോൾ ആ രഹസ്യ മനുഷ്യനെയും വിശുദ്ധമായി സൂക്ഷിക്കുന്നവനാണ് വിശുദ്ധന്മാരുടെ ഗണത്തിൽപ്പെടുന്നത്. ആ രഹസ്യ മനുഷ്യനെ പരിശുദ്ധാത്മാവുള്ള ബന്ധത്തിൽ കീപ്പ് ചെയ്യാം. പുറമെയുള്ള മനുഷ്യൻ എത്ര വേണമെങ്കിൽ നല്ലതായി നടക്കാൻ പറ്റും, പക്ഷെ നമ്മുടെ രഹസ്യ മനുഷ്യൻ ആർക്കും പിടികൊടുക്കാത്ത ഹൃദയം പേറുന്ന ഒരു രഹസ്യ മനുഷ്യൻ, അത് ദൈവവുമായിട്ട് എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളതാണ് ആത്മീയ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത്. അപ്പോൾ നമ്മുടെ ആത്മാവിന്റെ ചിന്ത, നമ്മുടെ ഹൃദയത്തിനകത്തുള്ള ചിന്ത, ദൈവത്തോടുള്ള ബന്ധം എല്ലാം പരിശോധിച്ച് നമ്മുടെ ഇടിവിൽ നിന്ന് പിതാവായ ദൈവത്തിന്റെ ഇഷ്ടം മനസ്സിലാക്കി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയാത്തത് കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാണ് പരിശുദ്ധാത്മാവ് എന്നാണ് ആ വാക്യത്തിന്റെ അർത്ഥം. അപ്പോൾ ഇവിടെ ആത്മാവിന്റെ പ്രാർത്ഥന എന്നുള്ളൊരു പദം നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ബുദ്ധി കൊണ്ട് പാടും, ആത്മാവ് കൊണ്ട് പാടും. ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ആത്മാവ്. അപ്പൊ ബുദ്ധി കൊണ്ട് പാടാൻ പറ്റും, ബുദ്ധി കൊണ്ട് ആത്മാവ് കൊണ്ടും പാടാൻ പറ്റും. അപ്പൊ ആത്മാവ് കൊണ്ട് പാടുക, ആത്മാവ് കൊണ്ട് പാടണമെങ്കിൽ അഭിഷേകത്തിലേക്ക് വരണം, പരിശുദ്ധാത്മാവിലേക്ക് വരണം, അന്യഭാഷയിൽ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും. അപ്പോൾ ആത്മാവിലുള്ള പ്രാർത്ഥനയ്ക്ക് ദൈവജനം വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. നമ്മുടെ വ്യക്തിപരമായ രഹസ്യ പ്രാർത്ഥനകളെക്കാൾ ഉപരി ആ രഹസ്യ പ്രാർത്ഥനകളിൽ തന്നെ ആത്മാവിന്റെ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ടാണ് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ ഒരു പദം എഴുതിയിരിക്കുന്നു, സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും നമ്മുടെ സങ്കടങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് കർത്താവേ എനിക്ക് അത് തരണം, ഇത് തരണം, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരല്ല, ആത്മാവിൽ പ്രാർത്ഥിക്കണം. യാചനയും പ്രാർത്ഥനയും ഒക്കെ നല്ലതാണ്, അവിടെ എഴുതിയിട്ടുണ്ട്, സകല പ്രാർത്ഥനയാലും യാചനയാലും. യാചന ദൈവസ്ഥലത്തിൽ കഴിയണം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ, കുടുംബമായിട്ടുള്ള ആവശ്യങ്ങൾ, സഭയായിട്ടുള്ള ആവശ്യങ്ങൾ. പക്ഷപാതം ചെയ്യുന്ന 3-ാമത്തെ ആൾക്കാരെ കുറിച്ച് ഞാൻ ആ വാക്യം താഴെ പറയുവാനിടയാകും. അപ്പോൾ സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും, അടുക്കളയിലായിരുന്നാലും വണ്ടി ഓടിക്കുമ്പോഴും സഭാരാധനയിലായിരുന്നാലും അല്ലെ, ഏത് നേരത്തും, അതിനൊരു പർട്ടിക്കുലർ ടൈമില്ല, ഏത് നേരത്തും നമ്മൾ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് അടുത്ത് ചെല്ലാൻ കഴിയും. പഴയ നിയമത്തിൽ മഹാപുരോഹിതന് മാത്രം വർഷത്തിൽ ഒരിക്കൽ ചങ്ങല ധരിച്ച് കൃപാസനത്തിന്റെ അടുത്ത് പോകാൻ പെർമിഷൻ ഉണ്ടായിരുന്നു, ബാക്കി ആർക്കും പോകാൻ പറ്റത്തില്ല. പ്രാകാരത്തിലുള്ളവരൊക്കെ അകത്തെന്താ നടക്കുന്നത് കാണത്തില്ല, അല്ലേ? മഹാപുരോഹിതന് മാത്രമേ വർഷത്തിൽ ഒരിക്കൽ മാത്രം ചങ്ങല ധരിച്ച്, അദ്ദേഹം മരിച്ചു പോയാൽ അദ്ദേഹത്തെ വലിച്ചെടുക്കണമെന്ന് ചങ്ങല ധരിച്ച് ധൈര്യത്തോടെ കൃപാസനത്തിൽ പോകാമായിരുന്നു. എന്നാൽ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ഏത് നേരത്തും കർത്താവിനെ അപ്രോച്ച് ചെയ്യുവാൻ, കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലുവാനായിട്ടുള്ള സ്വാതന്ത്ര്യം നമുക്ക് നൽകി തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എവിടെ ആയാലും നമ്മുടെ സിറ്റുവേഷൻ എങ്ങനെ ആയാലും അത് വിഷയമല്ല. ഒരു ഇന്റർവ്യൂവിന്റെ മുമ്പിൽ ഇരിക്കുകയാണെങ്കിലും അല്ലെ, ആ സമയം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. ഒരു വണ്ടി ഓടിക്കുകയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. അപ്പൊ ഏത് നേരത്തും സകല പ്രാർത്ഥനയാലും ആത്മാവിൽ പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് അഭിഷേകത്തിൽ നിറയേണ്ട ആവശ്യകതയെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ കേട്ടല്ലോ. എന്റെ ഭാഷയിൽ നിറഞ്ഞ് ആത്മാവിൽ പ്രാർത്ഥിക്കണം. അതിനായി ജാഗരിച്ചുകൊണ്ട് വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പൂർണ്ണ സ്ഥിരത കാണിക്കണം. ഈ സ്ഥിരത ഇല്ലാത്തവരെ ഒരു കാര്യം പ്രാർത്ഥന, അല്ലെ? നമ്മൾ എപ്പോഴേലും ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പ്രാർത്ഥന. ഭക്ഷണം ഉപേക്ഷിക്കാൻ പ്രയാസമാണ്, ഡ്യൂട്ടി ഉപേക്ഷിക്കാൻ പ്രയാസമാണ്, അല്ലെ? നല്ല വസ്ത്രം ധരിക്കാൻ പ്രയാസമാണ്, വസ്ത്രം മേടിക്കാൻ ഓൺലൈൻ ഓർഡർ ചെയ്യാൻ പ്രയാസമാണ്, അല്ലെ? പ്രാർത്ഥിക്കാതിരിക്കാൻ നമ്മൾ എപ്പോഴും അവോയ്ഡ് ചെയ്യാൻ കഴിയുന്ന കാര്യം ഇതാണ്. പ്രാർത്ഥനയായിരിക്കും മിക്കപ്പോഴും അവോയ്ഡ് ചെയ്യുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത് പൂർണ്ണ സ്ഥിരത കാണിക്കും. പൂർണ്ണ സ്ഥിരത നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്.
പ്രാർത്ഥനയ്ക്ക് സ്ഥിരത നഷ്ടപ്പെടുക. കാരണം നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മൾ വിജയിക്കും, നമ്മൾ അനുഗ്രഹിക്കപ്പെടും, നമ്മൾ ആത്മാവിൽ വർദ്ധിക്കപ്പെടും എന്നൊക്കെ പിശാചിനറിയാം. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ കൊണ്ട് ചെയ്യിക്കാതിരിക്കുവാൻ പിശാച് ചെയ്യുന്ന രണ്ട് കാര്യം: വചനം വായിക്കാതിരിക്കുക. വചനം വായിച്ചു കഴിഞ്ഞാൽ നമ്മൾ കർത്താവിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയുന്നു. വചനം വായിക്കാതിരിക്കുക, പ്രാർത്ഥിക്കാതിരിക്കുക. എത്ര നാൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാൻ നമ്മളെ കൊണ്ട് നടക്കാൻ പിശാച് ശ്രമിച്ചുകൊണ്ടിരിക്കും. പ്രാർത്ഥിച്ചാൽ നീ ദൈവത്തോട് അടുക്കും, ദൈവത്തോട് ബന്ധപ്പെടുമെന്ന് പിശാചിന്. അതുകൊണ്ടാണ് പൂർണ്ണ സ്ഥിരത കാണിക്കണം. ആത്മാവിൽ പ്രാർത്ഥിക്കണം. ആത്മാവിൽ പ്രാർത്ഥിക്കാൻ കഴിയാത്തവർ അതിനുവേണ്ടി ആഗ്രഹിക്കണം. അന്യഭാഷ ലഭിക്കാത്തവർ അതിനുവേണ്ടി ആഗ്രഹിക്കണം. അപ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഇനി യൂദായ്ക്ക് എഴുതിയ ലേഖനം 20-ാമത്തെ വാക്യം, യൂദ 20: നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. നമുക്ക് തന്നിരിക്കുന്ന ഈ വിശ്വാസം ഹല്ലേലൂയ പലർക്കും ലഭിച്ചിട്ടില്ല. ഇപ്പോഴും അല്ലേ മദ്യത്തിനും മയക്കുമരുന്നിനും അല്ലേ മറ്റ് ആസക്തികൾക്കും അടിമപ്പെട്ട് ഇപ്പോഴും കഴിയുന്ന ഒരു ലോകമുണ്ട്. എന്നാൽ നമ്മളെ അതിനകത്തുനിന്ന് കർത്താവ് വിലയ്ക്ക് വാങ്ങി ഒരു അതിവിശുദ്ധ വിശ്വാസത്തെ നമുക്ക് തന്നിരിക്കുന്നു. ഇത് വിശുദ്ധമാണ്. ഈ വിശ്വാസത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടെത്തിച്ചതാണ്. നമ്മൾ തെരഞ്ഞെടുപ്പാണ്. തെരഞ്ഞെടുപ്പിനെ കുറിച്ച് താഴെ ചിന്തിക്കും. അപ്പോൾ തെരഞ്ഞെടുപ്പാണിത്. ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ച ഒരു തെരഞ്ഞെടുപ്പാണ്. ആ കഴിഞ്ഞ ആഴ്ച കേട്ടില്ലേ, വിശുദ്ധ വംശം, സ്വന്തം ജനം അല്ലേ, പുരോഹിതന്മാർ, രാജകീയ അഭിഷേകം ഒക്കെ തന്ന് നമ്മളെ വിശുദ്ധ ജനമാക്കി മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഒരു പ്രത്യേക കോളിംഗ് ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ചെറിയ കൂടാരത്തിൽ നമ്മൾ ഇരിക്കുന്നെങ്കിലും നമ്മുടെ വേല വലിയതാണ്. ഹല്ലേലൂയ, നമ്മുടെ വാല്യൂ വലുതാണ്. അപ്പോൾ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി. അപ്പൊ ഇത് നമ്മുടെ ഹൃദയത്തിനകത്ത് എപ്പോഴും വേണം. ഞാനൊരു സാധാരണക്കാരനല്ല, ദൈവം എന്നെ ഒരു സ്പെഷ്യൽ കോളിങ്ങിലൂടെ വിളിച്ചിരിക്കുന്നതാണ്. ഞാൻ വിശുദ്ധ വംശമാണ്, സ്വന്തം ജനമാണ്. അതുകൊണ്ട് ഈ ചിന്ത അകത്തുണ്ടായിരിക്കണം. ഞങ്ങൾക്ക് തന്നെ ആത്മികം, നമുക്ക് തന്നെ എങ്ങനെയാണ് ആത്മിക വർധനം വരുത്താൻ കഴിയുന്നത്? അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ ആത്മിക വർധന വരുത്തുന്നു എന്നൊരു പദമുണ്ട്. അന്യഭാഷ സംസാരിക്കുന്നവൻ ദൈവത്തോട് സംസാരിക്കുന്നു. അവൻ ആത്മാവിൽ മർമ്മങ്ങളെ പ്രസ്താവിക്കുന്നു. തനിക്ക് തന്നെ ആത്മിക വർധന വരുത്തുന്നു. അപ്പൊ അന്യഭാഷ പ്രാപിച്ചവർ അത് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുക പറഞ്ഞാൽ നിങ്ങൾ ദൈവസന്നിധിയിൽ വ്യക്തിപരമായി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ രഹസ്യമായി പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ അത് പ്രാക്ടീസ്. രഹസ്യ പ്രാർത്ഥന ഉള്ളവർ, ഇല്ലാത്തവർ, ഉള്ളവരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാത്തവരെ കൈ ഉയർത്താമോ? ആരും കൈ ഉയർത്തത്തില്ലല്ലോ അല്ലേ? അപ്പോൾ രഹസ്യ പ്രാർത്ഥന, നമ്മുടെ രഹസ്യ പ്രാർത്ഥനയിൽ ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ നിറഞ്ഞ് നമ്മൾ സഭാരാധനയിൽ വരുമ്പോൾ മാത്രമല്ല, സഭാരാധന വരുമ്പോൾ ആരാധിക്കണം. അതിന് കൂടുതൽ അല്ലെ പൗലോസ് എല്ലാവരെക്കാളും കൂടുതൽ ഞാൻ അന്യഭാഷയിൽ സംസാരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുന്നു. അതൊരു അഹങ്കാരത്തിൽ നിന്ന് പറഞ്ഞല്ല. അഹങ്കാരം കൊണ്ട് പറഞ്ഞാൽ എല്ലാവരെക്കാളും അന്യഭാഷ, അഹങ്കാരം കൊണ്ട് പറഞ്ഞാൽ, സന്തോഷം കൊണ്ട് പറഞ്ഞാൽ എല്ലാവരെക്കാളും അന്യഭാഷയിൽ ഞാൻ അന്യഭാഷ സംസാരിക്കും, ദൈവത്തോട് സംസാരിക്കുക. തനിക്ക് തന്നെ ആത്മീയ വർധന വരുത്തുക. ഇനി അന്യഭാഷയിലേക്ക് വരാൻ കഴിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആത്മീയ വർധന വരുത്താൻ കഴിയും. എങ്ങനെയാണെന്ന് അറിയാമോ? നിങ്ങൾ ദൈവത്തിന് കൂടുതലായി സമയം ചെലവഴിക്കുക, വചനം കൂടുതലായി വായിക്കുക, പ്രാർത്ഥനയിൽ കൂടുതലായി സമയം ചെലവഴിക്കുക. തനിക്ക് തന്നെ ആത്മിക വർധന വരുത്തുക. നിങ്ങൾ ആത്മിക വർധന വരുത്താൻ നിങ്ങൾ തയ്യാറാകുമ്പോൾ നിങ്ങളെ സഹായിക്കാൻ ഒരാൾ കൂടെ വരും. അതാണ് പരിശുദ്ധാത്മാവ് അല്ലെങ്കിൽ കാരിഷ്ഠൻ. അവൻ നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങളെ സഹായിക്കും. നമ്മൾ മുമ്പത്തെ വാക്യത്തിൽ കണ്ടല്ലേ, നമുക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആര് വരും? പരിശുദ്ധാത്മാവ് വരും. എന്താണ് അവിടെ എഴുതിയിട്ടുണ്ട്? എന്താ? പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട്. അപ്പൊ നിത്യജീവനിലേക്ക് കടക്കണമെങ്കിൽ പരിശുദ്ധാത്മാവുള്ള പ്രാർത്ഥന ആവശ്യമാണ്. ഒരു ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്: മറ്റൊരുത്തന്റെ ഭാരം എടുത്തുകൊണ്ട് പോകുവാൻ സഹായിക്കുക. നമുക്ക് വലിയ ഭാരം ഉണ്ടെങ്കിൽ, വ്യത്യസ്തമായ ഭാരങ്ങളിൽ കൂടെ ഒക്കെ പോകുന്നവരാ അല്ലേ, പല വിഷയങ്ങളുള്ളവര്. അപ്പൊ ഈ ഭാരമൊക്കെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് മാറ്റാൻ നമ്മെ സഹായിക്കുന്നത് അല്ലേ, സ്വന്തം ബന്ധുമിത്രാദികൾക്ക് ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ വേദന അറിയത്തില്ലെങ്കിൽ ആ വേദന പോലും എടുത്തു മാറ്റാൻ, നമ്മൾ അനുഭവിക്കുന്ന ഭാരത്തെ എടുത്തു മാറ്റാൻ നമ്മെ സഹായിക്കുന്നവരാണ് പരിശുദ്ധാത്മാവെന്ന് ഈ വാക്യങ്ങളെ സംബന്ധിച്ച് ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട്. മറ്റൊരുത്തന്റെ ഭാരം, നമ്മുടെ വിഷമതകൾ, നെടുവീർപ്പുകൾ, ആരോട് നാം പറയാത്തതൊക്കെ എടുത്തു മാറ്റാൻ സഹായിക്കുന്ന ആത്മാവിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ചിലർ പ്രാർത്ഥനയിൽ പോരാടുന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഫിലിപ്പിയർ 4:3 സാക്ഷാൽ ഇണയാളുകളെ അവർക്ക് തുണ നിൽക്കണം എന്ന് ഞാൻ നിന്നോട് അറിയാം. അപ്പോൾ ആദ്യം പക്ഷപാതം ചെയ്യുന്ന, തുണ നിൽക്കുന്ന ഒരാളെ കുറിച്ച് നാം കേട്ടു. പിതാവിന്റെ വലതുഭാഗത്ത്
പുത്രനായ ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു, തുണ നിൽക്കുന്നു, നമുക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. രണ്ടാമത് നാം കേട്ടു പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇവിടെ നോക്കുക, പൗലോസ് അപ്പോസ്തലന് വേണ്ടി ഹല്ലേലൂയ ചില സഹോദരിമാർ തുണ നിൽക്കുകയാണ്. ഹല്ലേലൂയ, അവർക്ക് തുണ നിൽക്കണമെന്ന് ഞാൻ എന്നോട് അപേക്ഷിക്കുമ്പോൾ എങ്ങനെയാണ് തുണ നിൽക്കാൻ കഴിയുന്നത്? പ്രാർത്ഥനയിൽ സഹായിക്കുവാൻ കഴിയും, അല്ലേ? നമുക്ക് ഒരാളെ പണം കൊടുത്ത് സഹായിക്കുന്നതിന് ലിമിറ്റുണ്ട്, അല്ലെ? പണം കൊടുത്ത് സഹായിക്കുന്നതിനേക്കാളൊക്കെ എത്രയോ മടങ്ങ് നല്ലതാണ് പ്രാർത്ഥനയിൽ അവരെ സഹായിക്കുന്നത്, പ്രാർത്ഥനയിൽ അവരെ ഓർക്കുന്നത്, അല്ലേ? അതുകൊണ്ടാണ് ജീവപുസ്തകത്തിൽ പേരുള്ള ക്ലേമന്ത് മുതലായുള്ളോ അദ്ദേഹം പരിശുദ്ധാത്മാവിൽ തിരിഞ്ഞറിഞ്ഞിരിക്കുക. ഇപ്പോഴേ ജീവപുസ്തകത്തിൽ ആരുടെ പേരുണ്ട്? ക്രമത്തിന്റെ പേരുണ്ട്. പരിശുദ്ധാത്മാവിൽ അറിഞ്ഞിരിക്കുക. ജീവപുസ്തകത്തിൽ പേരുള്ള ക്രമം മുതല എന്റെ കൂട്ടുവേലക്കാരുമായി ആ സ്ത്രീകൾ കണ്ടോ. അപ്പൊ സഹോദരിമാർക്ക് ശുശ്രൂഷയിൽ സഹകരിക്കാൻ പറ്റുമോ? എന്തിനാ അവർ ഏറ്റവും കൂടുതൽ സഹകരിച്ചത്? പ്രാർത്ഥനയിലായിരിക്കും, അല്ലേ? അപ്പോൾ എന്റെ കൂട്ടുവേലക്കാരായ സ്ത്രീകൾ, അല്ലെ, പ്രാർത്ഥിക്കുന്നതിന് ഒരുപക്ഷെ പ്രസംഗിക്കാനൊന്നും ചിലപ്പോൾ ഓരോ സുമോത്സവം അവസരം കൊടുത്ത് കാണുന്നില്ല, പക്ഷെ പ്രാർത്ഥനയിൽ അവർ മുന്നിലുണ്ടായിരുന്നു, സുവിശേഷ പോഷണത്തിൽ അവർ മുന്നിലുണ്ടായിരുന്നു. അപ്പോൾ സഹോദരിമാർക്ക് ചെയ്യുന്ന ചില പർട്ടിക്കുലർ മേഖലകൾ ദൈവത്തിലുണ്ട്. പ്രാർത്ഥനയ്ക്ക് അവർ ശക്തമായി പോരാടാൻ കഴിയും. എന്താണ്? സുവിശേഷ പോഷണത്തിൽ പോരാടിയിരിക്കുന്നു. അപ്പോൾ സഹോദരന്മാരെക്കാൾ കൂടുതൽ ക്ലമന്ത് മുതലായ സഹോദരിമാരാണ് തന്നോടുകൂടെ സുവിശേഷ പോഷണത്തിൽ പോരാടിയതെന്ന് പൗലോസ് പറയുക. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ സുവിശേഷം പ്രസംഗിക്കുന്നതിൽ അല്ലെങ്കിൽ പ്രചരിപ്പിക്കുന്നതിൽ പ്രയോജനപ്പെടാൻ കഴിയുമെന്നാണ് പൗലോസ് അപ്പോസ്തലൻ എഴുതി. മാത്രമല്ല പ്രാർത്ഥനയിൽ തുണ നിൽക്കുവാൻ കഴിയും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ പുത്രനായ പക്ഷപാതം ചെയ്യുന്നു. ദൈവസഭയ്ക്ക് പക്ഷപാതം ചെയ്യാൻ കഴിയും, അന്യോന്യം പക്ഷപാതം ചെയ്യാൻ കഴിയും, അന്യോന്യം പ്രാർത്ഥിക്കാൻ കഴിയും, അന്യോന്യം തുണ നിൽക്കാൻ കഴിയും. അങ്ങനെ പോരാടി പ്രാർത്ഥിക്കുവാൻ കഴിയും. എബ്രായർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിലും നമുക്ക് കർത്താവിനെ കുറിച്ച് കാണാൻ കഴിയുന്ന പരിചിതമായ ഭാഗങ്ങളാണ്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. നമുക്ക് വേണ്ടി ആരും സംസാരിക്കാതിരിക്കുമ്പോൾ, നമ്മുടെ വിഷയങ്ങൾക്ക് വേണ്ടി ആരും ഇടപെടാതിരിക്കുമ്പോൾ ഒരുവൻ നമുക്ക് വേണ്ടി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. അവൻ സദാ ജീവിക്കുന്നവനാണ്. നമ്മുടെ കർത്താവ് ഇപ്പോഴും മരിച്ചുയർത്തെഴുന്നേറ്റ് പിതാവിന്റെ പക്കൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് കരവേറ്റി ശ്രദ്ധിച്ചാട്ടെ. അവൻ സദാ ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. ഹല്ലേലൂയ. ഇനി അതായിട്ടുള്ള ഭാഗങ്ങൾ 8-ന്റെ അല്ലെ, ആത്മാവ് തന്നെ ഉച്ചരിച്ചു വിടാത്ത ജനങ്ങൾ നമുക്ക് വേണ്ടി പക്ഷപാതം എന്നാൽ ആത്മാവ് വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നു. റോമർ 8-27 ആത്മാവിന്റെ ചിന്ത എന്നതെന്ന് കണ്ടോ. അപ്പൊ വിശുദ്ധന്മാർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷപാതം ചെയ്യുന്നു. ആത്മാവിന്റെ ചിന്ത എന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനറിയാം. ഹൃദയങ്ങളെ അറിയാവുന്നത് ആത്മാവിന് മാത്രമുള്ളൂ. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 2-ാം അധ്യായത്തിന്റെ 10-11 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രാർത്ഥനയിൽ വെളിപ്പെടുന്നുണ്ടെങ്കിൽ, പ്രസംഗിക്കുമ്പോൾ വെളിപ്പെടുന്നുണ്ടെങ്കിൽ, ശുശ്രൂഷയിൽ വെളിപ്പെടുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ വ്യക്തിപരമായ ജീവിതത്തിൽ വെളിപ്പെടുന്നുണ്ടെങ്കിൽ ആര് തരണം? ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തണം. കാരണം എന്താ? അടുത്ത ലൈനിൽ അത് എഴുതിയിട്ടുണ്ട്. എന്താ? ആത്മാവാണ് സകലത്തെയും അറിയുന്നത്. അവൻ ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുന്നു. പിതാവായ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ, ദൈവഹിതപ്രകാരമുള്ള ദൈവത്തിന്റെ പദ്ധതികൾ എല്ലാം പരിശുദ്ധാത്മാവിൽ തൃത്വത്തിൽ മൂന്നാമൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അവന് മാത്രമേ ദൈവത്തിന്റെ ആഴങ്ങളെ അറിയുവാൻ പറ്റത്തുള്ളൂ. ഡെപ്ത് ഓഫ് ദ ഗോഡ്. ദൈവത്തിന്റെ ആഴങ്ങളെ അറിയണമെങ്കിൽ ആത്മാവിന് മാത്രമേ അറിയത്തുള്ളൂ. മനുഷ്യനിലുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യനിൽ ആരറിയും? എന്റെ ഹൃദയത്തിനകത്തും എന്റെ ആത്മാവിനകത്തും എന്റെ പ്രാണനകത്തുള്ള ചിന്തകളും എന്റെ തീരുമാനങ്ങളും എല്ലാം ഒരു കുഞ്ഞുങ്ങൾക്ക് അറിയത്തില്ല, എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. അതുപോലെ ദൈവത്തിലുള്ളത് ആർക്കറിയാം? ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിച്ചിട്ടില്ല. അപ്പോൾ ദൈവത്തിലുള്ളത് എന്താണ്? ദൈവഹിതം എന്താണ്? ദൈവത്തിന്റെ പദ്ധതി എന്താണ്? ഇത് ആർക്ക് മാത്രമേ അറിയത്തുള്ളൂ? ദൈവാത്മാവിന് മാത്രമേ ഗ്രഹിക്കുവാൻ കഴിയത്തുള്ളൂ. അതായത് അതിന്റെ അർത്ഥം, എന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതി അറിഞ്ഞ് ആത്മാവ് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ ദൈവത്തിന്റെ ആഴങ്ങളെ കുറിച്ച് അറിയത്തുള്ളൂ. നമ്മുടെ പ്രാർത്ഥനകൾ എപ്പോഴും നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കുമ്പോൾ ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള പ്രാർത്ഥനകൾ അതായിരിക്കത്തില്ല.
ദൈവത്തിന്റെ പദ്ധതികളും ദൈവത്തിന്റെ ഇഷ്ടങ്ങളും അല്ലേ. നാം ഈ റാസക്ക പട്ടണത്തിലായിരിക്കണമെന്ന് ഒരുപക്ഷെ ചിന്തിക്കാത്തവരുണ്ട്. ഞാൻ ആദ്യം ആഗ്രഹിച്ച കുവൈറ്റിൽ പോകാനും ചേട്ടൻ്റെ അടുത്ത് പോകാനും. ഞാൻ എങ്ങനെ അവിടെ ദുബായ് വന്നത് റാസക്കയും വന്നതെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമ്മളെ താമസിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ചില പട്ടണങ്ങളുണ്ട്. നമ്മൾ ആരാധിക്കാൻ പോകാൻ ദൈവം ആഗ്രഹിക്കുന്ന ചില സഭകളുണ്ട്. നാം ദൈവത്തോട് പറ്റി നിൽക്കുവാൻ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. നാം എങ്ങനെ പ്രയോജനപ്പെടണം, സഭയിൽ സമൂഹത്തിൽ എങ്ങനെ പ്രയോജനപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന ചില പദ്ധതികളുണ്ട്. ഇത് ആത്മാവിൽ മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ആത്മാവുമായിട്ട് പരിശുദ്ധാത്മാവുമായിട്ടൊരു വ്യക്തിപരമായ കണക്ഷൻ നമുക്കുണ്ടായിരിക്കുന്നത്. ദൈവത്തിന്റെ ആഴങ്ങളെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച്, മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിന്റെ ആഴങ്ങളെ, പിതൃപുത്ര പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന്റെ ആഴങ്ങളെ ആത്മാവിൽ നമുക്കവൻ വെളിപ്പെടുത്തി തരികയും നമ്മളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ ദൈവത്തിന് കൈമാറുകയും ചെയ്യുന്ന ഇടുവിൽ നിൽക്കുന്ന ശുശ്രൂഷയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. അവൻ നമ്മുടെ ഹൃദയത്തിന്റെ ആഴങ്ങളെ മനസ്സിലാക്കുന്നു, ദൈവത്തിന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടങ്ങളും പദ്ധതികളും നമുക്ക് തിരിച്ചറിയുവാൻ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ആത്മികമായത് സ്പെഷ്യലായി ദൈവത്തിന് സമർപ്പിക്കുവാൻ അവൻ തയ്യാറാണ്. അപ്പോൾ എന്നെ കുറിച്ചുള്ള ദൈവപദ്ധതി അറിയുന്നത് ദൈവാത്മാവിന് മാത്രമാണ്. ആ ദൈവാത്മാവ് അത് തിരിച്ചറിഞ്ഞ്, മനസ്സിലാകുന്നുണ്ടോ? എന്നെ കുറിച്ചുള്ള ദൈവ പദ്ധതി എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് തിരിച്ചറിഞ്ഞിട്ട് എന്റെ അധരങ്ങളും എന്റെ ശബ്ദങ്ങളും ഉപയോഗിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കുകയാണ്. അതാണ് ആത്മാവിലുള്ള പ്രാർത്ഥന. ഉണ്ടോ? പ്രൈസലോ. നിങ്ങൾക്കറിയാം, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ അന്യഭാഷയിലൊക്കെ നിറഞ്ഞ് ആരാധിക്കുന്നവർ ചിലർ അറിയാം. ചിലർ നമുക്ക് ശാസിച്ച് അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നത് പോലോ ചിലതിനോടൊക്കെ വെട്ടുന്ന പോലോ ഒക്കെ നമുക്ക് തോന്നും. അത് നമ്മൾ ആത്മാവിൽ പ്രാർത്ഥിച്ച് ജയമെടുക്കുകയാണ്. അങ്ങനെയുള്ള പ്രാർത്ഥനകൾക്ക് വലിയ ശക്തിയുണ്ട്. അത് ആത്മാവ് നമ്മിൽ വന്നിട്ട് പരിശുദ്ധാത്മ നമ്മൾ ചിലപ്പോൾ ശക്തി വന്നിട്ട് നമ്മൾ വളരെ ശക്തിയിൽ ചിലത് സംസാരിക്കും, അല്ലെങ്കിൽ വളരെ ശക്തിയോട് അന്യഭാഷ പറയും. അതെന്താ? ആത്മാവ് നമ്മുടെ അകത്തേക്ക്, പരിശുദ്ധാത്മ നമ്മുടെ അകത്തുനിന്ന് വ്യാപരിച്ചിട്ട് ദൈവഹിതം മനസ്സിലാക്കിയിട്ട് നമുക്കെതിരായി നിൽക്കുന്നതിനെ, അദൃശ്യ ശക്തികളെ ആത്മാവ് ശാസിക്കുകയാണ്. അപ്പോൾ ആത്മാവിൽ നിറയുക, ദൈവത്തിന്റെ ഇച്ഛകൾ മനസ്സിലാക്കുക, ദൈവത്തിന്റെ പദ്ധതികൾ തിരിച്ചറിയുക. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിന്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളോട് വായിക്കാം. അപ്പോൾ നമ്മൾ പക്ഷപാതം ചെയ്യുന്ന അല്ലെങ്കിൽ ഇടിവിൽ നിൽക്കുന്ന പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കുന്ന പുത്രനെ കുറിച്ച് കേട്ടു, പരിശുദ്ധാത്മാവിനെ കുറിച്ച് കേട്ടു. ഇനിയും പ്രാർത്ഥിച്ച് സഹായിച്ച സഹോദരിമാരെ കുറിച്ചും കേട്ടു. ഇനി 2 കൊരിന്ത്യർ 7-8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് അതിനുള്ള സമയം പൗലോസ് എഴുതിയ ചില ലേഖനങ്ങള്, ആ ലേഖനങ്ങള് പൗലോസിൽ നിന്ന് തോന്നുകയാണ് ജനത്തെ അത് ദുഃഖിപ്പിച്ചു എന്ന് വരികിലും ഞാൻ അനുഭവിക്കുന്നില്ല. പൊതുവെ ഞാൻ ചെയ്യുന്ന പ്രസംഗങ്ങളൊക്കെ നിങ്ങൾക്ക് സന്തോഷം നൽകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? അതൊരു എനർജി തരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? വേണേ സൂചിപ്പിക്കുന്നു എന്നൊക്കെ വേണേ പറയാം, അല്ലേ? സന്തോഷിച്ച്. എന്നാൽ ആരോഗ്യ നാഥാൻ ദാവീദിന്റെ അടുത്ത് വന്ന് സന്തോഷിപ്പിക്കുന്നതാണ് പറഞ്ഞത്, അല്ല, അല്ലേ? ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞു, അല്ലേ? നീയാണ് തെറ്റ് ചെയ്തത്. ഒന്നാളോട് ഞാൻ അങ്ങനെ ശുശ്രൂഷിച്ചാൽ നിങ്ങൾക്ക് സന്തോഷമാണെങ്കിൽ, അല്ലേ? ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെ പറഞ്ഞതൊക്കെ നമുക്ക് തോന്നും. എന്നാൽ നാഥാൻ അങ്ങനെയൊന്നും തോന്നിയില്ല. നാഥാൻ ദൈവത്തിന്റെ പ്രവാചകനായിരുന്നു. നാഥാന് ഭയം ദൈവത്തെ മാത്രമായിരുന്നു. അതുകൊണ്ട് നാഥാന് ദാവീദിനെ സൂചിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നു. ദാവീദ് തല വെട്ടിയാലും ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ ദൈവത്തിന്റെ ദൂത് സംസാരിച്ചിരിക്കും. അപ്പോൾ ദൈവം ചില ദൂതുകൾ സംസാരിക്കുന്നത് നമുക്ക് ഹൃദയത്തിൽ ദുഃഖമുണ്ടാക്കും, വേദന ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് അടുക്കുവാൻ ദൈവം നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് ആ ദുഃഖം വരുന്നത്. ആത്മാവിനുള്ളൊരു ദുഃഖം അല്ലെങ്കിൽ ഒരു ദൂത് കേൾക്കുമ്പോൾ വ്യസനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ദൂതിന് ശക്തി ഉണ്ടെന്നാണ്. ഒരു വചനം കേൾക്കുമ്പോൾ അത് എന്നിൽ നിന്നായിക്കോട്ടെ, ഏതെങ്കിലും അഭിഷക്തന്മാരെന്നായിക്കോട്ടെ, വിശ്വാസനായിക്കോട്ടെ, ഒരു ദൂത് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അകത്തൊരു വിഷമം ഒന്നുണ്ടെങ്കിൽ അത് ദൈവത്താൽ സംഭവിച്ച ദുഃഖമാണ്. അത് താഴെ നമ്മൾ വായിക്കുന്നുണ്ട്. അതുപോലെ അപ്പോസ്തലൻ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് ഈ ലേഖനം എഴുതിയപ്പോൾ നിങ്ങൾക്കൊരു സന്തോഷമല്ല ഉണ്ടായത്, നിങ്ങൾക്കൊരു ദുഃഖമാണ്. പക്ഷെ ഞാൻ ആ ദുഃഖം നിമിത്തം ഞാൻ വിഷമിക്കത്തില്ല. കാരണം എന്താണ്? കുറെ നേരത്തേക്ക് നിങ്ങളെ ദുഃഖിപ്പിച്ചെങ്കിലും ഞാൻ ആദ്യം ചിന്തിച്ച് ഈ ലേഖനങ്ങൾ ഇത്ര കഠിനമായ ലേഖനങ്ങളൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടാകുമല്ലോ, നിങ്ങൾക്ക് ദുഃഖമുണ്ടാകുമല്ലോ എന്നൊക്കെ ചിന്തിച്ചു. എന്നാൽ നിങ്ങൾ അനുഭവിച്ചു എന്ന് കണ്ടപ്പോൾ ഞാൻ നിങ്ങൾ ദുഃഖിച്ചതിനാലല്ല, അടുത്ത പറഞ്ഞപ്പോ മാനസാന്തരത്തിനായി. അപ്പൊ ദുഃഖം വന്നത് അവർക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളായിരുന്നു? മാനസാന്തരത്തിന് വേണ്ടിയാണ്. അവരുടെ തെറ്റുകളെ ഒരു പ്രസംഗത്തിൽ കൂടെ ലേഖനത്തിൽ കൂടെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഹൃദയത്തിൽ ദുഃഖം വരുന്നുണ്ടെങ്കിൽ ആ ദുഃഖം എന്തിലേക്ക് നയിക്കുകയാണ്? മനസാന്തരത്തിലേക്ക് നയിക്കുകയാണ്. മനസാന്തരം എന്ന് പറഞ്ഞാൽ ഒരു യൂട്ടേണ്,
മാനസാന്തരം എന്ന പശ്ചാത്താപവും മാനസാന്തരം വ്യത്യാസമാണ്. പശ്ചാത്താപം മാനസാന്തരം. പശ്ചാത്താപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൂത് കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമം വരും അല്ലേ? അയ്യോ തെറ്റ് ചെയ്തു പോയി, അയ്യോ പാപം ചെയ്തു പോയി, അത് ചെയ്യരുത്. ഇത് പശ്ചാത്താപം അല്ലെങ്കിൽ ഒരു വിഷമം അല്ലേ? മാനസാന്തരം അതല്ല. മാനസാന്തരം ഇത് യൂട്ടേൺ എന്ന് വെച്ചാൽ ഞാനിനി അത് ചെയ്യത്തില്ലെന്ന് തീരുമാനിക്കുന്നതാണ് മാനസാന്തരം. അപ്പോൾ ദുഃഖമുണ്ടാകിയാലേ ഈ ദുഃഖമുണ്ടായാലും മാനസാന്തരത്തിലേക്ക് അടക്കത്തുള്ളൂ. അങ്ങനെയുണ്ട്. ദുഃഖമകത്തുണ്ടാകണം. ഒരു മെസ്സേജ് കേട്ടിട്ട് കല്ല് പോലെ ഇരിക്കുകയാണെങ്കിൽ വേണേലും പ്രസംഗിച്ച് ഇത് എത്ര കേട്ടിട്ടുള്ള പണ്ട് ഒരു പാസ് ഒരു കാര്യം പറഞ്ഞ് നിങ്ങൾ കേട്ടുള്ളതായിരിക്കും. ഒരു അമ്മച്ചി പ്രസംഗം കഴിഞ്ഞ് വാസ് വെളിയിറങ്ങുമ്പോൾ വാസയെ 7 പോയിന്റ് ആയുള്ളൂ, ഇനി ആ പ്രസംഗത്തിൽ 3 പോയിന്റ് കൂടെ ഉണ്ട് എന്ന് വാസനോട് അങ്ങോട്ട് പറഞ്ഞു. അപ്പം എല്ലാ ഏത് മെസ്സേജ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് അതിനകത്തെ പോയിന്റ്സ് എല്ലാം അറിയാം അല്ലേ? ഏത് വാസ് പ്രസംഗിച്ചാൽ നമ്മൾ പറയും ഇന്ന പോയിന്റ് അല്ലേ? നമുക്കറിയാം അല്ലെ? എന്താ വാസ് പ്രസംഗിക്കാൻ വരുന്നതെന്ന് പോയിന്റ് നമുക്ക് മുമ്പേ അറിയാം അല്ലേ? എന്നാൽ ഈ പോയിന്റ് കേട്ട് ആ പ്രസംഗിച്ചാണ് വിധിക്കുകയല്ല, എന്റെ ഹൃദയത്തിൽ അത് കുത്തുകൊണ്ടോ, എനിക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ എനിക്ക് ആ ദൂത് കാരണം മുഖാന്തരമാകുന്നുണ്ടോ എന്ന് ചിന്തിക്കുകയും ചിന്തിച്ച് തീരുമാനമെടുക്കുകയും ചെയ്യുന്നതാണ്. അപ്പൊ ഈ ലേഖനം അവരെ ദുഃഖിപ്പിച്ചു. നിങ്ങൾ ദുഃഖിച്ചതുകൊണ്ടല്ല എനിക്ക് വിഷമം അല്ലേ? മാനസാന്തരത്തിനായി നിങ്ങൾ ദുഃഖിച്ചു. നിങ്ങൾക്ക് ഞങ്ങളാൽ അപ്പൊ ദൈവഹിതപ്രകാരമുള്ള ചില ദുഃഖങ്ങളുണ്ട്. ദൈവഹിതപ്രകാരമുള്ള ചില ദുഃഖങ്ങൾ അല്ലേ? ദൈവഹിതപ്രകാരമുള്ള ദുഃഖം എന്ത് ചെയ്യാം? രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖം മരണത്തെ ഉളവാക്കിയാണ് അല്ലേ? നമുക്ക് എന്തെങ്കിലും സാധിച്ചില്ലെങ്കിൽ നമുക്കൊരു ദുഃഖം അല്ലെ? എന്തെങ്കിലും വാങ്ങിയില്ലെങ്കിൽ നമുക്കൊരു ദുഃഖം. എല്ലാം ലോകത്തിന്റെ ദുഃഖങ്ങളാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്, നമുക്ക് കിട്ടിയില്ല, നമുക്കൊരു ദുഃഖം ഉണ്ടാക്കി, അത് കിട്ടിയില്ല. ഇത് ലോകത്തിന്റെ ദുഃഖം. ഇതൊക്കെ മരണത്തെ കൊണ്ടുവരുമ്പോൾ ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപത്തെയും രക്ഷയെയും കൊണ്ടിരുന്നതാണ്. 11ാമത്തെ വാക്യം ശ്രദ്ധിക്കുക. ദൈവഹിതപ്രകാരം നിങ്ങൾക്കുണ്ടായ ഈ ദുഃഖം കണ്ടോ? അപ്പൊ ദുഃഖം കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുന്നത്? ഉത്സാഹം. ഒരു വചനം കേട്ടു, എന്റെ അകത്തൊരു ദുഃഖം, ആത്മാർത്ഥമായ ദുഃഖങ്ങൾ ഉണ്ടാകണം. ആത്മാർത്ഥമായ ദുഃഖങ്ങൾ ഉണ്ടാകണം. ഒരു വചനം കേൾക്കുമ്പോൾ ഇച്ചിരി ദുഃഖം ഉണ്ടായി, അതിന്റെ ആത്മാർത്ഥത ഇല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനമില്ല. എന്നൊരു വചനം കേൾക്കുമ്പോൾ എനിക്ക് ആത്മാർത്ഥമായ ദുഃഖം ഉണ്ടായി. ആത്മാർത്ഥമായ ദുഃഖം ഉണ്ടാകുമ്പോൾ എനിക്കൊരു ഉത്സാഹം ഉണ്ടാകും. അതായത് ഇപ്പൊ ഞാൻ എന്നോട് പറഞ്ഞു, രഹസ്യ പ്രാർത്ഥന ഉള്ളവരുണ്ടോ? വചനം വായിക്കുന്നവരുണ്ടോ? ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവരുണ്ടോ? പ്രാർത്ഥന കിട്ടുന്നതിന് സമയം ചെലവഴിക്കുന്നു. എന്നൊക്കെ ഞാൻ പ്രസംഗിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഹൃദയത്തിൽ അയ്യോ അത് പാസ്റ്റർ പ്രസംഗിച്ചല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ അത് എന്നോട് സംസാരിച്ചല്ലോ, ഞാൻ ഇനി സമയം എടുക്കും അല്ലേ? ഞാനല്ലേ അലാറം വെച്ച് 1 മണിക്കൂർ വചനം വായിക്കാൻ ടൈം എടുക്കും, വചനം പഠിക്കാൻ ടൈം എടുക്കും, നോട്ട് ചെയ്യാൻ ടൈം എടുക്കും എന്നൊക്കെ തീരുമാനിക്കുന്നത് വേറെ ഉത്സാഹം. അപ്പൊ ദുഃഖിച്ച് മടങ്ങുകയല്ല അല്ലേ? വിതയ്ക്കാൻ പോയ ഉപമ നമുക്കറിയാലേ? വഴിയരികിൽ വീണു അല്ലേ? പാറപ്പുറത്ത് വീണു, നല്ല നിലത്ത് വീണു. നല്ല നിലത്ത് വീണ് കിടക്കുന്ന അനുഭവത്തിലേക്ക് വരണം. എന്നാൽ ഈ പ്രസംഗം കൊണ്ടൊക്കെ പ്രയോജനമുള്ളൂ അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളത് മാത്രമേ ഫലം കാഴ്ചത്തുള്ളൂ. അപ്പോൾ ദുഃഖം വന്നിട്ട് അകത്തൊരു തീരുമാനം ഉണ്ടാകും. ആ തീരുമാനം ചെയ്യാനൊരു ഉത്സാഹം ഉണ്ടാകും. അടുത്തത് എത്ര പ്രതിവാദം അല്ലേ? പിശാചിനോട് നമുക്കൊരു ദേഷ്യവും പ്രതിവാദവും നമ്മെ ദൈവഹിതത്തിൽ നിന്ന് അകത്തിയ സാഹചര്യം കൊണ്ടൊരു വാദം നമുക്കുണ്ടാകും. നീരസം, നമുക്കൊരു വിഷമം ഉണ്ടാകും. കഴിഞ്ഞ ആഴ്ചകളിൽ, കഴിഞ്ഞ മേഖലകളിൽ പിശാച് എന്നെ തകർത്തു കളഞ്ഞല്ലോ, എന്നെ പാപത്തിൽ പെടുത്തിയല്ലോ, എന്നെ ചില സാഹചര്യങ്ങളിൽ കുഴച്ചു കളഞ്ഞല്ലോ. ഒരു നീരസം അവർക്കുണ്ടാകണം. ഭയം ഉണ്ടാകണം. ദൈവത്തിന് ഭയം ഉണ്ടാകണം. വാഞ്ച ഉണ്ടാകണം. അറിയാനുള്ള ആഗ്രഹം ഉണ്ടാകണം. വചനം ധ്യാനിക്കാനുള്ള ആഗ്രഹം, പഠിക്കാനുള്ള ആഗ്രഹം. എരിവ് ഉണ്ടോ? എരിവ് അല്ലെ? സ്പൈസി ചിക്കൻ കഴിക്കാനുള്ള കഴിക്കുമ്പോൾ എരിവല്ല അല്ലേ? ഒരു എരിവ് അല്ലേ? ആരാധിക്കാനുള്ള എരിവ് ഉണ്ടോ? സഭയിൽ ആരാധിക്കാൻ വരുമ്പോ അടിക്കണം, ആരാധിക്കണം. ആ എരിവുണ്ടോ? ആ എരിവിനെ കുറിച്ച് അവിടെ പറയുന്നത്. ഒരു നല്ല സാന്നിധ്യം വെളിപ്പെട്ടാ വേണമോ അല്ലെ ആരാധിക്കാം? അല്ലെ പാട്ടൊന്ന് നല്ലതായിട്ടൊന്ന് മൂത്താ ഞാനൊന്ന് ആരാധിക്കാം. അല്ലെ എനിക്ക് മൂടുണ്ടെങ്കിൽ അല്ലേ, എനിക്ക് വലിയ കുഴപ്പമില്ല, ക്ഷീണം ഇല്ലെങ്കിൽ ആരാധിക്കും. അതാണോ നമ്മുടെ മനോഭാവം? അല്ലെങ്കിൽ എനിക്കൊരു എരിവുണ്ട്. ദൈവസന്നിധിയിലാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ കേട്ട് 2-3 പേർ നാമത്തിൽ കൂടുതലൊക്കെ ആരുണ്ട്? കർത്താവുകളുണ്ട്. അപ്പൊ കർത്താവ് നമ്മുടെ ആരാധന കാണുന്നുണ്ട്. കർത്താവ് നമ്മുടെ ആരാധനയ്ക്ക് മറുപടി തരുന്നു. അപ്പൊ എനിക്ക് അകത്തൊരു എരിവോ, കർത്താവിനെ ആരാധിക്കാനുള്ള എരിവ്. എത്ര പ്രതികാരം ആരോടാ? ദൈവത്തോടല്ല, പിശാചിനോടാ അല്ലേ? എന്നെ പ്രാർത്ഥനയിൽ മാറ്റി നിർത്തിയ, ആരാധനയിൽ മാറ്റി നിർത്തിയ, വചനധ്യാനത്തിൽ മാറ്റി നിർത്തിയ, എന്നെ മൊബൈലിന് ടൈം കൂടുതൽ കാണാൻ പ്രേരിപ്പിച്ച, TV കാണാൻ പ്രേരിപ്പിച്ച, മെയിൽ കാണാൻ പ്രേരിപ്പിച്ച, വാട്സപ്പ് ചെയ്യാൻ പ്രേരിപ്പിച്ച, ചാറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ച, മറ്റു പുസ്തകങ്ങൾ വായിക്കാൻ പ്രേരിപ്പിച്ച അല്ലെങ്കിൽ പിശാചിനോട് എനിക്കൊരു പ്രതികാരം ഉണ്ടോ?
ക്രൈസ്തവോ ആരോട് പത്താനോടുള്ള പ്രതികാരമല്ല, പിശാചിനോടൊരു പ്രതികാരം. ഹല്ലേലൂയ. ദൈവത്തോടുള്ള ബന്ധത്തിൽ എനിക്ക് ജീവിക്കുന്ന തടസ്സമായി കഴിഞ്ഞ ആഴ്ചകളിൽ, കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ പെടുത്തിയ സാഹചര്യങ്ങളോടുള്ള പ്രതികാരം എനിക്കകത്തുണ്ടാകുക. ഇതെല്ലാം ഉണ്ടാകുന്നത് എപ്പോഴാണ്? അകത്തൊരു ദുഃഖം വരണം. വചനം കേൾക്കുമ്പോൾ ഒരു ദുഃഖം വന്നാലേ ഇതെല്ലാം കടന്നു വരുത്തുള്ളൂ. ഇതെല്ലാം നിങ്ങളിൽ എന്ത് ചെയ്തു? ജനിപ്പിച്ചു. ഈ കാര്യത്തിൽ നിങ്ങൾ നിർമ്മലന്മാരെന്ന് എല്ലാ വിധത്തിലും കാണിച്ചിരിക്കുന്നു. അതായത് ദൈവഭക്തി നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്തതിനാൽ നമുക്ക് വേണ്ടി ആത്മാവ് പരിഭാഷപ്പെടുത്തി കൊടുക്കുന്ന നെടുവീർപ്പുകൾ ഉണ്ടാകുന്നു. ട്രാൻസ്ലേഷൻ കൊണ്ട് ദൈവ പദ്ധതി ഉണ്ടോ? ദൈവ പദ്ധതി നമുക്ക് ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ആത്മാവ് ദൈവത്തോട് നമ്മുടെ വിഷയങ്ങളെ പരിഭാഷപ്പെടുത്തി കൊടുക്കുന്ന നെടുവീർപ്പുകളാണ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങൾ. അപ്പോൾ ഇവിടെ നാം കേട്ടു, അപ്പോൾ ഒരു വചനം കേൾക്കുമ്പോൾ ആത്മാവിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അകത്തൊരു ദുഃഖം ഉണ്ടാകണം. ഈ ദുഃഖം ഉത്സാഹത്തിലേക്കും എരിവിലേക്കും പിശാചിനോടും ലോകത്തോടുമുള്ള പ്രതികാരത്തിലേക്കും നമ്മെ കൊണ്ടെത്തിക്കുവാനിടയാണ്. അവിടെയാണ് വചനം കേൾക്കുന്നത് കൊണ്ടും വിശ്വസിക്കുന്നത് കൊണ്ടുമുള്ള വിടുതൽ വ്യാപരിക്കുവാൻ ഇടയാകുക. 28-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യമാണ് വരെയാണ് നമ്മൾ ചിന്തിച്ചത്. തുടർന്നുള്ള വാക്യം ചിന്തിക്കാനുള്ള സമയം നമ്മുടെ മുമ്പിലില്ല. നമ്മുടെ കടകളുടെ ദിവസം അടച്ചാണ്ട് വാസ്തവമായി വചനം കേൾക്കുമ്പോൾ ഒരു ദുഃഖം നമ്മുടെ അകത്ത് വരുന്നുണ്ടോ? ആരാധന വരുന്നുണ്ട്, എനിക്കറിയാം. ആരാധിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. വചനം കേൾക്കുമ്പോൾ ഒരു സന്തോഷം നിങ്ങളുടെ അകത്ത് വെളിപ്പെടുന്നത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ ആരാധിക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ വചനം സ്വീകരിക്കുന്നുണ്ട്. ചില സഭകളിൽ ചില പാസ്റ്റേഴ്സ് എത്ര പ്രസംഗിച്ചാലും എത്ര വിസിറ്റിംഗ് പാസ് വന്നാലും വചനമൊന്നും അവർ സ്വീകരിക്കത്തില്ല, അവർ കേട്ടുകൊണ്ടിരിക്കും. എന്നാൽ നമ്മുടെ ചർച്ച അങ്ങനല്ല. വചനം സ്വീകരിക്കുന്നവരാണ്, വചനം സ്വീകരിച്ചത് ഏറ്റെടുത്ത് ആരാധിക്കുന്നവരാണ്, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ ശക്തിയോട് ആരാധിക്കുന്നവരാണ്. ഒരുപക്ഷെ നിങ്ങൾ വേറെ ചർച്ചയിൽ ഒരാഴ്ച ഒരു ആരാധനയ്ക്ക് പോയി കഴിയുമ്പോൾ അന്നേരം നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ ചർച്ചയിൽ എന്തൊരു നല്ല ശക്തിയുടെ ആരാധനയാണ്, എന്തൊരു സാന്നിധ്യമാണ് എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുവാനിടയായിത്തീരും. അപ്പോൾ നമ്മൾ ആരാധനയിൽ മുന്നേറുന്നവരാണ്, പരിശുദ്ധാത്മാവിൽ മുന്നേറുന്നവരാണ്. ഇന്ന് രാത്രി ദൈവം നമ്മളോട് ചോദ്യം ചോദിക്കുന്നത്, എത്ര പേർക്ക് അകത്ത് ദുഃഖമുണ്ട്? വചനം കേൾക്കുമ്പോൾ അകത്ത് എത്ര പേർക്ക് ദുഃഖമുണ്ട്? കർത്താവേ, ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു പോയല്ലോ. ദാവീദ് നാഥാന്റെ ശബ്ദം കേട്ടപ്പോൾ തന്റെ പരിചാരകളെ വിളിച്ച് അവനെ കൊന്നുകളയാമെന്ന് രാജാവിന് പറയാമായിരുന്നു. സിംഹാസനത്തിൽ ഇരുന്നവൻ, രാജകീയ അധികാരമുള്ളവൻ, ആരെ കൊന്നാലും ചോദ്യം ചെയ്യാൻ ഊരിയാവിനൊക്കെ നിസ്സാരമായി ദാവീദ് കൊന്നുകളഞ്ഞില്ലേ? ബേത്ശേബയെ കണ്ടപ്പോഴേ അവന്റെ കൊട്ടാരത്തിലേക്ക് വിളിച്ചുകൊണ്ടുവന്നു. ഊരിയാവിനെ നിസ്സാരമായി മുൻപന്തിയിൽ അയച്ച് കൊന്നുകളഞ്ഞു. ആര് ചോദിക്കാനല്ല രാജാവിനോട്? നാഥാനോട് വന്നത് ചെയ്യാമായിരുന്നു. എന്നാൽ ആ മനുഷ്യൻ നീ തന്നെ എന്ന് സംസാരിച്ചപ്പോൾ ദാവീദിന്റെ അകത്തേക്ക് ഒരു ഹൃദയത്തിലേക്ക് ഒരു കുത്തുകൊണ്ടു, അകത്തേക്ക് ഒരു വിഷമം കയറി, അകത്തേക്ക് ഒരു ദുഃഖം കയറി. ദൂതനാണ് നിന്റെ കൂടെ, നിന്റെ ഭവനത്തിൽ നിനക്ക് വ്യക്തിജീവിതങ്ങളില്ലേ? നീ എന്തുകൊണ്ട് മറ്റൊരുവന്റെ നന്നെ കവർന്നെടുക്കുവാൻ ശ്രമിച്ചു? ഇതാ ദൂത്. അവനെ മനസ്സിലായി, അവൻ ആ ദൂത് ഏറ്റെടുത്ത്. കർത്താവ്, ഞാൻ തെറ്റിയത്, ചെയ്യാൻ പാടില്ലാത്ത തെറ്റാണ്, ഒരിക്കലും ചെയ്യാൻ പറ്റില്ല, ചതിയാണ് അവിടെ നടന്നത്, ചീറ്റിംഗ് ആണ് അവിടെ നടന്നത്, ഊരിയാവിനെ കൊന്നുകളയുകയാണ് ചെയ്തത്. അവന്റെ അകത്തേക്ക് ഒരു വിഷമമുണ്ടായി, ദുഃഖമുണ്ടായി. ആ ദുഃഖം അത് മാനസാന്തരത്തിലേക്ക് നയിച്ചു. നമുക്ക് പലപ്പോഴും ദുഃഖം ഉണ്ടാകാറുണ്ട്. കർത്താവെ, തെറ്റ് ചെയ്ത് പോയി, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഉയരാൻ കഴിയുന്നില്ല, ദുഃഖം ഉണ്ടാകുന്നു. പക്ഷേ അത് മാനസാന്തരത്തിലേക്ക് നയിക്കുന്നില്ല, അത് ഉത്സാഹത്തിലേക്ക് നയിക്കുന്നില്ല, അത് തീരുമാനത്തിലേക്ക് നയിക്കുന്നില്ല. അത് മാനസാന്തരത്തിലേക്കും തീരുമാനത്തിലേക്കും ഉത്സാഹത്തിലേക്ക് നയിക്കുമ്പോഴേ അത് വിടുതലാകുള്ളൂ. ഉത്സാഹത്തിലേക്ക് നയിച്ചത് കൊണ്ടാണ് അവൻ 51-ാം സങ്കീർത്തനം എഴുതാൻ ഇടയായി തീർന്നത്. അതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, നിർമ്മലമായ ഒരു ഹൃദയത്തിലേക്ക് എന്നെ ഉള്ളിൽ സൃഷ്ടിച്ച് സ്ഥിരമായുള്ള ഒരു ആത്മാവിനെ. ആഴ്ചയിൽ ഒരിക്കൽ വന്ന് ആത്മാവിൽ ആരാധിക്കുന്ന സ്ഥിരതയില്ലാത്ത ഒരാത്മാവല്ല, പരിശുദ്ധാത്മാവിന്റെ സ്ഥിരമായ ഒരു ആത്മാവിനെ എനിക്ക് നൽകണം. നിർമ്മലമുള്ള ഒരു ഹൃദയം എനിക്ക് നൽകണം. അവൻ മനസ്സാന്തരപ്പെടുവാൻ തയ്യാറായതുപോലെ ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ അകത്ത് ദുഃഖമുണ്ടാകട്ടെ, അകത്തൊരു ഉത്സാഹം ഉണ്ടാകട്ടെ, അകത്തൊരു നീരസം ഉണ്ടാകട്ടെ, അകത്ത് ശത്രുവിനോടൊരു പ്രതിവാദം ഉണ്ടാകട്ടെ, ശത്രുവിനോടൊരു പ്രതികാരം ഉണ്ടാകട്ടെ. നിങ്ങൾ വിശാലയോടെ എതിർത്ത് നിൽപ്പിൻ, അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. ദൈവത്തിന്റെ സർവായുധ വർണ്ണം ധരിച്ചുകൊള്ളുവിൻ. വിശ്വാസം എന്ന വലിയ സമാധാന സുവിശേഷനായുള്ള ഒരുക്കം, കാര്യം ചെരുപ്പാക്കുക,
ഹല്ലേലൂയ. ആത്മാവിന്റെ വാൾ, വചനമെന്ന വാൾ കൈക്കൊള്ളുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടെ സർവായുധ വർഗ്ഗം ധരിച്ച് പിശാചിനോട് എതിർത്ത് നിന്ന് ദൈവത്തോട് അധികം അടുത്ത് വചനം വായിക്കാനുള്ള സമയം കൂട്ടി, ആത്മാവിൽ പ്രാർത്ഥിക്കാനുള്ള സമയം കൂട്ടി, മുന്നേറുവാനുള്ള ആഗ്രഹം കൂട്ടി, നീരസങ്ങളെ മാറ്റി, ഹല്ലേലൂയ, ഭയത്തെ മാറ്റി, ഹല്ലേലൂയ, ദൈവത്തോട് അധികമായി അടുത്ത് വരുവാൻ ദൈവങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചേൽപ്പിക്കാം. ഇന്ന് രാത്രി കേട്ട വചനത്തിനെ സമ്പൂർണ്ണമായി സമർപ്പിച്ച് നാം ആദ്യം കേട്ടതുപോലെ ഇതിനൊക്കെ ഒരാൾ നമ്മോട് കൂടെ നിന്ന് നമ്മെ സഹായിക്കും. അതുകൊണ്ടാണ് യേശു കർത്താവ് പറയുന്നത്, ഞാൻ പിതാവിന്റെ വലതുഭാഗത്ത് പോയി ഇരിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഭാരപ്പെടരുത്. ശിഷ്യന്മാരെ 3.5 വർഷം നിങ്ങളോട് കൂടെ നടന്നു, ഇപ്പോൾ ഞാൻ നിങ്ങളോട് കൂടെ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെട്ടു പോകരുത്. മറ്റൊരാളെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം, അദ്ദേഹം എപ്പോഴും നിങ്ങളോട് കൂടി ഇരിക്കും. ഹല്ലേലൂയ. എവിടെ പോകണമെന്ന് അദ്ദേഹം പറഞ്ഞു തരും. അദ്ദേഹം നിങ്ങളെ ആശ്വസിപ്പിക്കും. ഹല്ലേലൂയ. അദ്ദേഹത്തെ നിങ്ങൾ ദുഃഖിപ്പിക്കരുത്, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അദ്ദേഹം വേണ്ടുപോലെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു തരും. അദ്ദേഹം എല്ലാ ദിവസവും നിങ്ങൾക്ക് ആലോചന പറഞ്ഞു തരും. ഹല്ലേലൂയ. നേർനിലത്തിൽ നിങ്ങളെ നടത്തും. ആ ശബ്ദം കേൾക്കുവാൻ ദൈവങ്ങളിലേക്ക് സമർപ്പിച്ച് ആ തീരുമാനത്തോടെ മടങ്ങുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ വചനത്തെ